ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് തുടക്കം കുറിച്ചത് എ പത്മകുമാറാണെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിളപ്പാളികൾ കൊടുത്തുവിടാൻ നടപടി തുടങ്ങിയത് പത്മകുമാറാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സ്വർണം പതിച്ച ചെമ്പുപാളികൾ എന്നതിന് പകരം ചെമ്പുപാളി എന്ന് മാത്രം പത്മകുമാർ എഴുതി ചേർത്തു. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അട്ടിമറിക്ക് മുൻപേ എ പത്മകുമാർ ഇടപെടൽ നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കട്ടിളപ്പാളികൾ കൊടുത്തുവിടാൻ ബോർഡിന് മുന്നിലേക്ക് ശുപാർശ കൊണ്ടുവന്നത് എ പത്മകുമാറാണ്. 2019 ഫെബ്രുവരിയിലായിരുന്നു ഇത്. യോഗത്തിന്റെ മിനിറ്റ്സിൽ സ്വർണം വധിച്ച ചെമ്പുപാളികൾ എന്നതിന് പകരം ചെമ്പുപാളികൾ എന്ന് മാത്രം പത്മകുമാർ എഴുതി ചേർക്കുകയും ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് അപേക്ഷ സമർപ്പിക്കട്ടെ എന്നായിരുന്നു മറ്റംഗങ്ങളുടെ നിലപാട്. ഇതോടെ ബോർഡ് അംഗങ്ങൾ ചേർന്ന് തീരുമാനമെടുക്കാനുള്ള ശ്രമം പാളി. അങ്ങനെയാണ് ദേവസ്വം ബോർഡിന് ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകുന്നത്. പിന്നീട് ഉദ്യോഗസ്ഥ തലത്തിൽ നടപടികളും തുടങ്ങി. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്താൻ എ പത്മകുമാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇങ്ങനെയാണ് സ്വർണ്ണപ്പാളികൾ ചെമ്പായത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം പാളികൾ കൊടുത്തുവിടാൻ എ പത്മകുമാർ അസാധാരണ തിടുക്കം കാണിച്ചതായി എൻ വാസുവും മൊഴി നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം മുരാരി ബാബുവിന്റെയും സുധീഷിന്റെ മൊഴിയും പത്മകുമാറിന് വിനയായി. കട്ടിളപ്പാളികൾ കൊണ്ടുപോകുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് നൽകിയിരിക്കുന്ന അപേക്ഷ ദേവസ്വം ബോർഡിന് കൈമാറിയെന്നും ഇതിൽ തുടർ നടപടി സ്വീകരിക്കുകയാണ് ചെയ്തതെന്നുമാണ് പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. ഇതിൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് SITയുടെ ശ്രമം. ഇതിനുശേഷം മാത്രമേ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കൂ. എ പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ആറന്മുളയിലെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുകയും ചെയ്തു. മീഡിയ 1 തിരുവനന്തപുരം.